ദൈവമകനാണെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. हृदय परमेश्वर का आत्मा हमारी आत्मा से ये कहता है कि तू परमेश्वर की संतान है, बेटा बेटी है. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. रोमियो की पत्री 8 अध्याय उसका 16 पद कोई भी आवाज उठा के पढ़ेंगे. പെട്ടെന്ന് വായിക്കണം, जल्दी पढ़ेंगे. रोमियो की पत्री 8 का 16. പ്രൈസ് ദി ലോർഡ്. ठीक है. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുന്നത് നീ ദൈവമകനാണെന്ന്. आत्मा आप ही हमारी आत्मा के साथ गवाही देता है कि हम परमेश्वर की संतान है. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, ഈ ശബ്ദം എപ്പോഴും നാം കേൾക്കുന്നുണ്ടോ എന്ന്. मैं हमेशा ये सवाल करता हूँ कि सचमुच ये आवाज हरदम हम सुनते हैं कि नहीं. ഞാൻ ദൈവമകനാണ് ദൈവമകനാണെന്നുള്ള ശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. देखो, मैं परमेश्वर की संतान हूँ, मैं परमेश्वर की संतान हूँ, ये आवाज हमें रोज सुनना है, बहुत जरूरी है. ദൈവാത്മാവ് നമ്മിൽ വസിക്കുമ്പോഴാണ് അത് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. परमेश्वर का आत्मा जब हमारे अंदर वास करता है तभी हम परमेश्वर की आवाज को सुन पाएंगे. അന്യഭാഷ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചതിന്റെ ഇനീഷ്യൽ സ്റ്റേജിന് ആരംഭമാണ്. अन्य भाषा को बोलना पवित्र आत्मा को पाया हुआ व्यक्ति का एक चिन्ह मात्र है, शुरुआत मात्र है. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങള് നാം ആത്മനിറവിൽ തന്നെ ജീവിക്കാനാണ് ദൈവം താല്പര്യപ്പെടുന്നത്. लेकिन परमेश्वर ये चाहता है कि हम सभी और भी आत्मा की सामर्थ्य में भरपूर हो जाएं. അത് എവിടെയാണ് ആരംഭിക്കേണ്ടത്? ये कहाँ हमें शुरू करना चाहिए? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്റെ ജീവിതത്തിൽ ആദ്യം ആരംഭിക്കണം. मेरे जीवन के अंदर सबसे पहले परमेश्वर का आत्मा का कार्य की शुरुआत होनी चाहिए. അതിന്റെ ആരംഭമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ ആരംഭിക്കാൻ തുടങ്ങി. जब पवित्र आत्मा में आकर के अन्य भाषा में जब हम प्रार्थना करना शुरू करते, बोलना शुरू करते, तो उसकी आरंभ हो चुकी है. അത് ആരാധനയ്ക്ക് വരുമ്പോൾ അന്യഭാഷ പറയുന്നു എന്നുള്ളതല്ല, അന്യഭാഷ പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവന്റെ വീട്ടിൽ അത് അടയാളമായി കാണണം. देखो, आराधना में आते समय बोलने की बात नहीं कह रहा हूं मैं. आप जहां कहीं भी हो, घर में हो, उस समय भी ये बातें आपके जीवन में होनी चाहिए. നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഞാൻ ഇതേ ആത്മനിറവുള്ളവനാണെന്ന് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും മനസ്സിലാകണം. देखो, हमारे पति पत्नी जो रिश्ता है, उस रिश्ते में भी ये मालूम हो जाना चाहिए कि मैं आत्मा से भरा हुआ व्यक्ति है. എങ്ങനെയാണ് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്? ऐसा हो तो हम क्षमा कर पाएंगे, माफ कर पाएंगे. ഒരുപക്ഷെ മറ്റൊരാളോടുള്ള ബന്ധത്തിൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നയാളാണ്, പക്ഷെ ഞാൻ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. देखो, दूसरों के जो संबंध में कई बार हम बहुत जल्दी गुस्सा हो जाने वाले होता है, लेकिन पवित्र आत्मा पाया हुआ व्यक्ति ऐसा नहीं कर सकता. ഇന്നലെ കർത്താവിന്റെ ദാസൻ ഷിബു പാസ്റ്റർ ഇവിടെ സംസാരിച്ചപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന്. कल के दिन प्रभु के अभिषिक्त दास पास्टर शिबू थॉमस जब प्रचार करते समय इस वचन को बोला. ये प्रेरितों के काम 1 अध्याय उसका 8वां पद में इस प्रकार पढ़ते हैं, परंतु जब पवित्र आत्मा तुम पर आएगा तुम सामर्थ पाओगे यरूशलेम, यहूदिया में, यरूशलेम में और सभी जगह में, पृथ्वी के छोर तक मेरे गवाह होंगे. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. पवित्र आत्मा जब तुम पर आएगा तुम सामर्थ्य पाओगे. എന്താണ് ഈ ശക്തി? क्या है सामर्थ्य? നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാനുള്ള ശക്തി. हमें उपद्रव करने वाले, सताने वालों को आशीषित करने वाली सामर्थ्य. നമ്മളെ എതിർക്കുന്നവരോട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനുള്ള ശക്തി. हमारा विरोध करने वालों को ये कहने के लिए जो सामर्थ्य मिलता है, प्रभु आपको आशीषित करे. ഇത് എന്റെ വീട്ടിലാണ് ആരംഭിക്കേണ്ടത്. ये कार्य हमारे घर के अंदर शुरू हो जाना चाहिए. അല്ല എന്ന് വരികയില്ലേ, അന്യഭാഷ പറഞ്ഞു എന്നിട്ട് വീട്ടിനകത്തും എനിക്ക് സ്വസ്ഥതയില്ല, പുറത്തുമില്ല. देखो, मैं अन्य भाषा बोलता हूँ लेकिन घर के अंदर भी शांति नहीं है, बाहर भी शांति नहीं, तो कोई मतलब नहीं है. എന്നാൽ അഭിഷേകം പ്രാപിച്ചതിന്റെ അനുഭവം എന്ന് പറഞ്ഞത് ദൈനംദിന ജീവിതത്തിൽ ക്രിയാത്മകമായിട്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. देखो, हमारे दैनिक जीवन में हम अपने आप को काबू में लाने के लिए हमें
सक्षम होना है। यही आत्मा का अभिषेक पाने का मतलब। ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തില് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞിട്ടാണ് അത് ആരംഭിക്കുന്നത്. देखो गलातियों की पत्री उसका 5वां अध्याय उसका 22 पद से हम पढ़ते समय देख सकते हैं आत्मा के फल के बारे में। ആത്മാവിന്റെ ഫലം, आत्मा का फल, ഞാൻ പറഞ്ഞു ആദ്യത്തെ 3 ദൈവം നമുക്ക് തരുന്നത് ഫ്രീ ആയിട്ട്. ഒരു ഫലത്തിന്റെ 3 അല്ലികൾ അത് ദൈവം തരുന്ന അനുഗ്രഹമാണ്. देखो पहला 3 जो आशीष जो है, फल जो है परमेश्वर हमको देता है। एक फल का जो बालियों के समान है वो സ്നേഹം, സന്തോഷം, സമാധാനം, प्रेम, आनंद और शांति। നമുക്ക് പ്രയാസഘട്ടങ്ങൾ വരുമ്പോഴും ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയണം. देखो हमारे जीवन में तकलीफें आती है, उस समय आनंदित होना चाहिए। ഒന്നുമില്ലാതിരിക്കുമ്പോഴും जब हमारे पास कुछ भी नहीं रहता उस समय भी हमें खुश होना है സമാധാനമുണ്ട് और शांति भी है। നമ്മുടെ ജീവിതത്തില് ആത്മനിറവിന്റെ അനുഭവം വരുമ്പോഴാണ് ഈ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. हमारे अंदर जब आत्मा होगा, आत्मा की भरपूरी होगी, तभी आत्मा का फल दिखाई देता है। ഇന്നലെ കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞു ഈ ദേശത്ത് ഒരുപാട് നാളികേരമുണ്ട്. प्रभु के दास ने इस प्रकार बोला था कल के दिन कि यहाँ पर इस आसपास के क्षेत्र में बहुत सारे नारियल का फल है। ഈ ഫലം എന്ന് പറഞ്ഞത് ആ മരത്തിന്റെ ജീവനാണ്. देखो फल का तात्पर्य ये है कि उस वृक्ष का, उस पेड़ का जीवन है, जान है। ഒരു നാളികേരം നിങ്ങൾക്ക് കിട്ടിയാൽ അത് നിങ്ങൾ കുഴിച്ച് നട്ടു കഴിഞ്ഞാൽ വേറെ അതേപോലെ ഒരു തെങ്ങുണ്ടായി നാളികേരം വീണ്ടും നിങ്ങൾക്ക് ലഭിക്കും. देखो एक नारियल को आप मिट्टी में लगा देंगे तो उसमें से एक नारियल पेड़ उगेगा, वो बहुत सारे फलों को उत्पन्न करेगा। അതുകൊണ്ട് ഫലം എന്ന് പറഞ്ഞത് അതിന് ജീവനാണ്. इसका मतलब है कि फल का मतलब वो उस वृक्ष का जीवन है, जान है। അങ്ങനെയെന്ന് വരികില് ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ജീവനാണ്. इसका मतलब ये है कि आत्मा का फल हमारा जीवन है। അതുകൊണ്ടാണ് സ്നേഹവും സന്തോഷവും സമാധാനവും ദൈവം നമുക്ക് നൽകി തരുന്നതാണ്. इसलिए देखो प्रेम, शांति और आनंद परमेश्वर की ओर से हमें मिलते हैं। അടുത്ത 3 നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നതാണ്. अगले जो 3 जो फल है वो है हमारे जीवन में जब ये अनुभव होता है उस समय हमारे प्रतिक्रिया होती है। ദീർഘക്ഷമ, ദയ, പരോപകാരം. धीरज, कृपा और भलाई। धीरज, कृपा और भलाई। ഇത് വലിയ വിഷമമുള്ള കാര്യം ദീർഘക്ഷമ എന്ന് പറഞ്ഞത്. देखो ये धीरज बहुत मुश्किल बात होती है हमारे लिए। ശിഷ്യന്മാർ തന്നെ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ എത്ര തവണയാണ് ഒരാളോട് ക്ഷമിക്കേണ്ടതെന്ന്. देखिए चेले लोग प्रभु यीशु मसीह के पास आकर के पूछा था कि कितने बार हमें माफ करना चाहिए, क्षमा करना चाहिए। 7 തവണ മതിയോ? 7 बार काफी है क्या? കർത്താവ് പറഞ്ഞു 7 അല്ല 70 തവണ വേണോ? हाँ, ये प्रभु यीशु मसीह ने बोला 70 बार तुम्हें क्षमा करना चाहिए। അപ്പോൾ എങ്ങനെയാ ക്ഷമിക്കേണ്ടത്? कैसे हमें क्षमा करना है? ചിലര് പറയും ഞാൻ ക്ഷമിച്ചു, कुछ लोग बोलते हैं कि मैं माफ कर दिया हूँ, പക്ഷെ മറക്കൂല. लेकिन कभी भूलता नहीं। എന്നാല് ക്ഷമിക്കുക മാത്രമല്ല പൂർണ്ണമായിട്ടും മറന്ന് ഇനി അതിനെ ഞാൻ ചിന്തിക്കുന്ന പോലുമില്ലെന്ന് പറയാൻ കഴിയണം. ऐसा बोलना चाहिए कि मैं बस सिर्फ नहीं करता और कभी भी इस बात को स्मरण नहीं करूंगा, कभी बोलूंगा भी नहीं। ഒറീസയിൽ നടന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ തീയിലിട്ട് എരിച്ചതിനെ കുറിച്ച് നിങ്ങൾ പത്ര വഴിയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ओडिशा में आप सब सुने होंगे, अखबार में पढ़े होंगे कि ग्राहम स्टेन्स को आग के हवाले कर दिए थे, उसको जला दिए थे जिंदा, और ये घटना आपको मालूम है। ഗ്രഹാം സ്റ്റെയിൻസിന്റെ 2 മക്കള് അവരെയും അവരുടെ ബോഡിയൊന്നും ഇല്ല, വെറും എല്ല് മാത്രം കൊണ്ടുവന്നിച്ച് അവരുടെ വൈഫിനോട് ചോദിച്ചു, ഇവരോട് ഇത് ഇങ്ങനെ അവരെ കൊന്നുകളഞ്ഞ ആ വ്യക്തിയോട് നിങ്ങൾ എന്തോ ചെയ്യും, എന്തോ നിങ്ങളുടെ പ്രതികരണമെന്ന്. देखो उसका पति और दोनों बच्चों को, उसका कंगाल को लेकर आया, बस वो बचा था, और पत्नी से पूछा गया अब ये अपराधियों के प्रति आपका मन में क्या विचार है, आप क्या सोचते हैं? അവർ പറഞ്ഞു ഞാൻ അവരോട് ക്ഷമിക്കുന്നു. वो पत्नी ने इस प्रकार जवाब दिया कि मैं उन्हें माफ करती हूँ। പ്രിയമുള്ളവരെ, അത് ഇങ്ങനെ പറയാൻ കഴിയില്ല. കാരണം
അത്ര വേദനാജനകമായ അനുഭവത്തിലാണ് അവർ പറയുന്നത് ഐ ഫൊർഗീവ് ദം. देखो वो अनुभव किया, वो जो अपने जीवन में जो हुआ है वो उतना दर्दनाक था, वो कभी कोई माफ नहीं कर सकता था. ആത്മനിറവ് പ്രാപിച്ചവന്റെ പ്രതികരണം എന്ന് പറഞ്ഞത് ക്ഷമിക്കുക എന്നുള്ള. എങ്ങനെയാ ക്ഷമിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ലാത്ത പോലെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴും ക്ഷമിക്കുക. देखो आत्मा का भरपूरी का तात्पर्य ये है कि हम कभी माफ नहीं कर सकता, ऐसे विषयों को भी माफ करने के लिए सामर्थ्य हम पाते हैं. എൻ്റെ സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്തട്ടെ. ഇവിടെ പറയുന്നത് ഇത് വിശ്വസ്തത. എന്നിട്ട് അടുത്ത മൂന്നെണ്ണം മറ്റുള്ളവരുടെ ബന്ധത്തിലാണ് ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് കാണുന്നത്. और अगले जो तीन है औरों से जो रिश्ता है संबंध में ताल्लुकात रखता है. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. नम्रता और विश्वास और नम्रता और संयम. എങ്ങനെയാണ് നമുക്ക് വിശ്വസ്ത പുലർത്താൻ കഴിയുന്നത്? कैसे हम विश्वास योग्य रह सकते हैं? നമ്മുടെ ജോലി സ്ഥലത്ത്, हमारे जो काम करने वाले स्थानों में അവിടെ എങ്ങനെയാ വിശ്വസ്ത പുലർത്താൻ കഴിയുന്നത്? कैसे हम वहां पर वफादार रह सकते हैं? ഇത് ദൈനംദിന ജീവിതത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. हमारे दैनिक जीवन की बात है, उसमें लागू करने की बात है. मैं कह रहा हूँ, റിച്ചാർഡ് അലൻ എന്ന് പറഞ്ഞ ഒരു കർത്താവിന്റെ ദാസൻ, അദ്ദേഹം സുവിശേഷം പറയാനായിട്ട് പോകാൻ സാധ്യതയില്ലാത്തൊരു സ്ലേവ് ആയിട്ട് പോകാനായിട്ട് അദ്ദേഹം തയ്യാറായി. देखो रिचार्ड आलू नाम के एक प्रभु के दास सेवा के लिए एक जगह ऐसा चला गया. അവിടെ അദ്ദേഹം ഡെൻവർ, അമേരിക്കയിൽ ഒരു ഡെൻവർ എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിലാണ് അദ്ദേഹത്തിന് അവിടെ ചെല്ലാനായിട്ട് കഴിഞ്ഞത്. अमेरिका में डरवन नाम के एक एस्टेट में वहां चला गया. ആ ഉടമസ്ഥൻ ക്രിസ്ത്യൻസിനെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. वहां का जो मालिक था मसीहियों को कभी ग्रहण नहीं करते थे. എന്നാൽ റിച്ചാർഡ് അലൻ അവിടെ ചെന്ന് താൻ വിശ്വസ്തനായിട്ട് താൻ ജോലി ചെയ്യുന്നു. लेकिन रिचार्ड एलन वहां पर विश्वास योग्यता के साथ अपनी जो सेवा पूरा किया. അവിടുത്തെ യജമാനൻ അത്ഭുതപ്പെട്ടു പോയി. वहां के जो स्वामी है, जो मालिक है, वो बहुत अचंभित हो गया. യജമാനൻ പണം കൊടുത്ത് വാങ്ങിച്ച സ്ലേവ് ആണിവൻ. देखो ये स्वामी ने उसको पैसा दे करके खरीदा हुआ एक गुलाम था. അവർ അത്ഭുതപ്പെട്ടു. वे आश्चर्यचकित हुए. മാത്രമല്ല അവന് സമയം, ഒഴിവ് സമയം അവൻ കണ്ടെത്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. जब जब उनके जीवन में समय मिलता था उस समय वे प्रार्थना में लवलीन रहते थे. യജമാനൻ അത് രഹസ്യമായി മനസ്സിലാക്കി. ये स्वामी ने उस बात को, गुप्त बात को समझ लिया. അവനോട് ചോദിച്ചു, നീ ആരോടാ സംസാരിക്കുന്നത്? उस स्वामी ने उस गुलाम से पूछा कि तुम किससे बातें करते हो? അവൻ പറഞ്ഞു, യേശു കർത്താവ് ഒരുവൻ ജീവിക്കുന്നുണ്ട്, അവരുമായിട്ട് ഞാൻ ഇന്നും ബന്ധപ്പെടാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് സഹായമരുളുന്നു എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. यीशु मसीह मेरा प्रभु है, उससे बातें करने के लिए पवित्र आत्मा मेरी सहायता करता है, मैं उनसे बातें करता हूँ. യജമാനന് ഭയങ്കര അത്ഭുതമായി. ओ ये स्वामी बहुत अचंभित हो गया. എന്റെ ഈ ഭൂമിയിലെ ഒരു ക്രിസ്ത്യനെയും ഞാൻ അനുവദിക്കുന്നില്ല, പക്ഷേ ഇവൻ ഇതിനകത്ത് വന്ന് അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ ഒന്നും വേറെ പറയുന്നില്ല. ഈ ഭൂമിക്കകത്ത്, ഈ അവന്റെ എസ്റ്റേറ്റിനകത്ത് ഒരു ക്രിസ്ത്യനെ അനുവദിച്ചിട്ടില്ല, പക്ഷേ ഇവൻ ജീവനുള്ള ദൈവമായിട്ട് ബന്ധപ്പെടുന്നു. देखो इबड़े इसमें जो आए हुए व्यक्ति, देखो कभी भी जीवित परमेश्वर के साथ ये बातचीत करता है, इसलिए मैं इनको अनुमति देता हूँ. യജമാനൻ പറഞ്ഞു, ഈ കർത്താവിനെ എനിക്ക് വേണമെന്ന്. वो स्वामी ने ऐसा जवाब दिया, ये प्रभु मुझे भी चाहिए. യജമാനൻ പണം കൊടുത്ത് വാങ്ങിച്ച സ്ലേവ് ആണ് ഈ യജമാനനെ സ്നാനപ്പെടുത്തിയത്. देखो जिस स्वामी ने जिस गुलाम को खरीदा था पैसा दे करके, वही गुलाम इस स्वामी को बपतिस्मा दिया. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഒരു ജീവിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. एक जीवित परमेश्वर की हम आराधना करते हैं. യജമാനന്റെ ജീവിതം മാറി. यीशु स्वामी का जिंदगी बदल गई. ഈ കർത്താവ് എന്നോട് പറഞ്ഞു, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് യജമാനോട് റിച്ചാർഡ് അലൻ പറഞ്ഞു. इरजालन बोला, सब जाति को हर चेला बनाने के लिए प्रभु ने बोला है, मैं उसको करता हूँ. യജമാനൻ പറഞ്ഞു, പണം ഞാൻ തന്നേക്കാം, ഞാൻ നിന്നെ ഫ്രീ ആക്കാം, നീ പോയിട്ട് സൂക്ഷിപ്പ് വേല ചെയ്തോ. वो स्वामी ने बोला, मालिक ने बोला, तू जाना, मैं पैसा दूंगा, तू सबको जाकर के सुसमाचार सुनाओ और सेवा करो. 6000-ലേറെ കൂടിവരവുകൾ റിച്ചാർഡ് അലന്റെ കീഴിലാണ് നടന്നത്. देखो 6000 लोगों को इकट्ठा किए हुए एक कॉन्ग्रेगेशन प्रभु के दास के द्वारा हुआ.
ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. നിങ്ങളുള്ള സ്ഥലം ഒരിക്കൽ പോലും സുവിശേഷം പറയാനോ ചെയ്യാനോ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും. देखो, आप आत्मा से भरा हुआ व्यक्ति है तो जहां पर भी आप सुसमाचार सुनाने के लिए सक्षम नहीं तो भी उस जगह में आपकी सानिध्य को लोग पहचानेंगे, उनको मालूम हो जाएगा. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരുശലേമിലും ശമരിയയിലും ഭൂമിയുടെ ഏറ്റത്തോളം സാക്ഷികളാകുമെന്നാണ് നാം ആദ്യം പറഞ്ഞത്. देखो, परमेश्वर के वचन में ये बात को हमने पढ़ा कि परंतु जब पवित्र आत्मा तुम पर आएगा तुम सामर्थ्य पाओगे, यरूशलेम में और सारी यहूदिया में और सामरिया में और पृथ्वी के छोर तक मेरे गवाह होंगे. ഈ സാക്ഷി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെറുതെ സഭാഹോളിൽ നിന്ന് സാക്ഷി പറയുക എന്നുള്ളതല്ല. देखो, गवाही देने का मतलब ये नहीं है कि कलीसिया भवन में आकर के खड़े होकर गवाही देना. ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ കർത്താവിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടായാലും ഈവനെ കൊന്നാലും വേണ്ടിയില്ല, ഞാൻ ഇത് പറഞ്ഞേ വെക്കുകയുള്ളൂ. देखो, मैं प्रभु को ग्रहण किया, प्रभु के लिए जीने के लिए निर्णय लिया, तो कितना भी उपद्रव हो जाए, सताव हो जाए, विरोध हो जाए, चाहे मेरा जान को भी मुझे जोखिम में डालना पड़ जाए तो भी मैं इसका प्रचार करूंगा. ये निर्णय हमारे दिल में रहता है, वही है गवाही. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ പലപ്പോഴും സുവിശേഷം പറയുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. हमारे देश में साथ चलता है. 139 സങ്കീർത്തനത്തിൽ വായിക്കുന്ന, കർത്താവേ നീ എന്നെ ശോധനയിൽ അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവുമേലില്ല. भजन संहिता 39 में इस प्रकार कहता है, मेरा उठना बैठना मेरा सारा चाल चलन आप देखते रहते हो, मुझे आप जलाते हो. ഈ ദൈവത്തെ നിങ്ങൾ എടുത്തുകൊണ്ട് നടക്കണ്ട, ദൈവം നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കുക. ये परमेश्वर को आपको उठा के चलने की जरूरत नहीं है, ये परमेश्वर आपको उठा कर ले चलेगा. നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ നിങ്ങളോട് കൂടെ വരുന്ന ഒരു ദൈവം. आप जहां कहीं भी हो, आपके उस स्थान में आपके पास आने वाला है हमारा परमेश्वर. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഓരോ ദിവസവും നാം മനസ്സിലാക്കേണ്ടത് ദൈവം എന്നെ അത്ഭുതകരമായിട്ട് നടത്തുന്നു എന്നാണ്. जब पवित्र आत्मा से भरकर हम जीवन व्यतीत करते तो समझना चाहिए कि परमेश्वर मुझे प्रतिदिन चलाता है. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ ഏറ്റത്തോളം എന്റെ സാക്ഷികളാകും. देखो, सामर्थ्य पाने के बाद यरूशलेम में, यहूदिया में, सामरी में, पृथ्वी के छोर तक मेरे गवाह होंगे. എന്റെ വീട്ടില്, എന്റെ സഭയില്, എന്റെ സമൂഹത്തില്, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എല്ലായിടും എനിക്ക് സാക്ഷി പറയാനുള്ളത് എന്റെ അനുഭവം എന്ന യേശു കർത്താവിനെ കുറിച്ചാണ്. हालेलुया. मेरे गवाही यही है, मेरे घर में, मेरे कलीसिया में, मेरे गांव में, हर क्षेत्र में, हर जगह प्रभु की गवाही देने के लिए आत्मा मुझे मिला है. ഫലം നിറഞ്ഞവരായി ജീവിക്കാം. आत्मा से भरकर हमें अपनी जिंदगी को बिताएं. ഈ ഫലം മറ്റുള്ളവർ ആസ്വദിക്കട്ടെ. आत्मा का फल और लोग ग्रहण करने पाए, എന്നിട്ട് കർത്താവിനെ അറിയുവാൻ ഇത് മുഖാന്തരമാകട്ടെ. वो प्रभु यीशु मसीह को जानने और पहचानने के लिए कारण बन जाए. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. प्रभु आप सभी को इन वचनों के द्वारा आशीषित करने पाए. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, हालेलुया. സമയം വേറിയിരുന്ന കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. बोलो प्रभु यीशु मसीह की हालेलुया.